ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഇന്ന് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ പോവുക. ഞങ്ങളുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗാർഡനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അകത്തേക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓട്ടം ഡെക്കറേഷന് വേണ്ടി ചെയ്തതൊക്കെയായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പുമാണ്. ഇങ്ങനെ കാറ്റിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക, നിറയെ കരിയില വീണുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി ഡെക്കറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും നോക്കിയാൽ ഇപ്പം സന്ധ്യയായിട്ട് പോലെ തോന്നിയില്ലേ? അത്രയൊന്നും ടൈം ആയിട്ടില്ല. വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ സന്ധ്യയാകും. ഇങ്ങനെ സീസൺ വൈസ് റൂമും വീടും ഒക്കെ മേക്ക് ഓവർ ചെയ്യുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു, സ്പ്രിങ്ങും ഒക്കെ. ഇത് ഇനിയിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇനി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ ഡെക്കറേഷൻസ് നേരത്തെ ഇരുന്നതാണ്. ഇത്തവണ ഞാൻ കുറച്ച് ലൈറ്റ്സും ചെറിയ കുറച്ച് ഡെക്കറേഷൻസൊക്കെയാണ് വാങ്ങിയത്. ബാക്കിയൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് വാങ്ങിയത് ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നതാണ്. അതിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഒരു പ്രാവശ്യത്തെ കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ അല്ലാതെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇതെല്ലാം കൂടെ വാങ്ങിയതല്ല, പല പ്രാവശ്യമായിട്ട് വാങ്ങിയതാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടി എടുത്തിരുന്നതായിരുന്നു, കുഞ്ഞ് സ്റ്റാറും ഒക്കെ. ഇതൊരു ഹാൻഡ് മെയ്ഡ് റീത്ത് ഉണ്ടാക്കിയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ കുക്കറിൻ്റെ ബെൽറ്റില്ലേ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ഇതെല്ലാം ലാസ്റ്റ് ഉണ്ടായിരുന്നായിരുന്നു. ഇത് നമുക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഈ ഡെക്കറേറ്റർ. അത് ഹാൻഡ് മെയ്ഡാണ്. ലാസ്റ്റ് ക്രിസ്മസ് ടൈമിൽ ആദ്യയുടെ ക്രാഫ്റ്റ് ആയിരുന്നു ഇത്. എന്തൊക്കെ ഉണ്ടായാലും കുറച്ച് ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻസ് കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയാകത്തുള്ളൂ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ടൈം ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന പുറത്ത് നമ്മുടെ ചെറിയ ഗാർഡനിൽ ഒരു ചെറിയ ട്രീ ഉണ്ട്. ട്രീ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ചെടി, അത്യാവശ്യം വലിപ്പമുള്ള ചെടി. അതിനെ ഒരു ക്രിസ്മസ് ട്രീ ആക്കി എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പൊന്നും അല്ല, അത് കട്ട് ചെയ്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെയാണ്. പക്ഷേ അതിനെ കുറച്ച് അത്യാവശ്യം ഒരു ലെന്തായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനൊരു ട്രീ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അതിന് ഹാങ് ചെയ്യാനുള്ള ബോൾസ് ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ ചെറിയ വയർ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാമെങ്കിൽ പെട്ടെന്ന് കൊണ്ട് നമുക്ക് ഹാങ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. അത് ഒരു ഗോൾഡൻ, റെഡ്, സിൽവർ ഇങ്ങനെയൊക്കെ കുറേ കളേഴ്സിലെ ബോൾസ് ഉണ്ടായിരുന്നു. ഗോൾഡൻ ബോൾസ് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ 3 ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു സെറ്റാക്കി മാറ്റി. അപ്പോൾ അവരെ കുറച്ചുകൂടെ എടുത്ത് കാണാമല്ലോ. ലൈറ്റൊക്കെ കൂടെ വരുമ്പോഴേ ആ ബ്രൈറ്റ് കളേഴ്സ് എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ടല്ലേ, റെഡും ഗോൾഡനും സിൽവറും ഒക്കെ കൂടെ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാനൊന്ന് ഹാങ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാ ഞാൻ പറഞ്ഞ ഈ ട്രീ, അത്യാവശ്യം ഹൈറ്റുള്ളൊരു ചെടി. ഞാനതെല്ലാം ഹാങ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വിൻഡോ ഉണ്ട്. അവിടെ കാണുന്ന ആ വിൻഡോയിൽ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. സാന്താക്ലോസിൻ്റെയും ഒരു ചെറിയ ക്രിസ്മസ് ട്രീയുടെയൊക്കെ നമുക്കിങ്ങനെ വിൻഡോയിൽ ഒട്ടിക്കാൻ സ്റ്റിക്കർ കിട്ടും, അതേപോലത്തെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. പിന്നെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടു. അപ്പം നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റായിട്ടിരിക്കും, ഈ സ്റ്റിക്കേഴ്സും പിന്നെ ഈ ലൈറ്റും പിന്നെ ബാക്കി ക്രിസ്മസ് ട്രീയിലെ ഈ ഓർണമെൻറ്റ്സും ഒക്കെ കൂടെ. പിന്നെ ഞാൻ ട്രീയിലൊരു നല്ല ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ നല്ല രസമാണ്. ഫ്രണ്ടും ആ ഇത്രയും ലൈറ്റ്സും താഴത്തെ ആ ലൈറ്റ്സും കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രണ്ട് സൈഡ് നല്ല ബ്രൈറ്റായിട്ടിരിക്കും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇന്ന് ക്രിസ്മസ് ട്രീത്താണ്. ഇത് കൂടുതലും ലീഫാണ്. നമുക്ക് ക്രിസ്മസ് ട്രീത്ത് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഒരു സ്പ്രിംഗ് സീസണും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതേപോലത്തെ ഒരു ട്രീത്താണ്. അപ്പം നമുക്കിതിനകത്ത് ഓരോ പ്രാവശ്യവും നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നൊരു
റീത്ത അത്. അപ്പം ഞാൻ ഇത്തവണ വാങ്ങിയ റീത്താണ് ഇത്. അത് ഫുൾ ബോൾസാണ്, റെഡും വൈറ്റും ഒക്കെ കൂടെ ഷൈനിങ് ആണ്, അതിനകത്ത് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉള്ള ബോൾസ്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ഫുള്ളൊരു റെഡും വൈറ്റും ഒക്കെ ഉള്ള കളേഴ്സ് അല്ലേ. അപ്പോൾ ഈ ലീഫ് കൂടെ ഒക്കെ വരുമ്പോൾ ഒരു ഗ്രീൻ ഇതൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിന് മൊത്തത്തിൽ കാണാൻ. അപ്പം അങ്ങനെ ഒരു റീത്ത് കമ്പൈൻ ചെയ്തെടുത്തിട്ട് അത് നമുക്ക് മെയിൻ ഡോറിൽ ഹാങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബോയും അതിനകത്ത് ഹാങ് ചെയ്ത് പിന്നെ ഒരു ചെറിയ ലൈറ്റും ഒക്കെ അതിൻ്റെ കൂടെ കൊടുത്ത് നല്ല രസമായിരിക്കുമല്ലോ. അത് മൊത്തത്തിൽ ഇങ്ങനെ ഡാർക്കായിരിക്കുമ്പോൾ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് നിൽക്കും. ഇനി നമുക്ക് ഓവറോൾ ഈ ലൈറ്റൊക്കെ കത്തിച്ച് മൊത്തം ഡെക്കറേഷൻസ് ഒന്ന് കാണാം. ഈ ക്യാൻഡി സ്റ്റിക്ക് ഞങ്ങളുടെ നെയ്ബർ നേരത്തെ ഞങ്ങൾക്ക് തന്നതായിരുന്നു. അത് ഞാനിങ്ങനെ വീടിൻ്റെ എൻട്രൻസിൽ 2 സൈഡും വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ. ലൈറ്റൊക്കെ ഇട്ടപ്പം നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ആ ഗ്രീൻ ലീഫും റെഡും സിൽവർ കളർ ബോൾസിൻ്റെ കോമ്പിനേഷനൊക്കെ. ലൈറ്റാണ് അതിൻ്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ എപ്പോഴും. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു മാല പോലെ ഉണ്ട്. ആ മാല ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് സിക്സാഗ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് ഈ വിൻഡോ ഗാർഡൻ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പോട്ട് അതിൻ്റെ കളറൊക്കെ കുറച്ച് മങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അതൊന്നുകൂടെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തെടുത്തിരുന്നു. അതും അവിടെ ഒരു ചെറിയ ക്രിസ്മസ് സാന്റയുടെ ഒരു ചെറിയ ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയൊരു ലൈറ്റൊക്കെ കൊടുത്ത് അതിങ്ങനെ വെച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ വിൻഡോ. അതിൻ്റെ ചുറ്റും ഇതുപോലെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ആ സ്റ്റിക്കറൊക്കെ അത് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ കണ്ടു തന്നെ ഒരുപാട് രാത്രി പോലെ ഇരിക്കുമെങ്കിലും അത്ര രാത്രിയൊന്നും ആയിട്ടില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അവരെന്നെ ഇങ്ങനെ നോക്കാം കേട്ടോ, ഞാനിത് എന്തി കാണിക്കുന്നതെന്ന്. കുറേ നേരമായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഗ്രീൻ ലീഫും റെഡും വൈറ്റും ഒക്കെ ബോൾസിൻ്റെ കോമ്പിനേഷനും കൂടെ മൊത്തത്തിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരിക്കുന്നത്. ആ ഒരു കമ്പൈൻ ചെയ്തപ്പോൾ അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആയിട്ടൊക്കെ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വാങ്ങുന്ന ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിന് വേണ്ടിയുള്ള ഡെക്കറേഷൻസ് സാധനങ്ങളും കാണും. നമുക്ക് പ്രത്യേകം അതിന് വേണ്ടി ഒരു പൈസ വീണ്ടും ചിലവാക്കേണ്ടി വരില്ല. എപ്പോഴും ഇങ്ങനെ ഡെക്കറേഷൻസ് വാങ്ങണമെന്നില്ല കേട്ടോ. നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ, ചില മെറ്റീരിയൽസ്. ചിലപ്പോൾ ചില ടോയ്സിൻ്റെ, അതേപോലെ നമ്മൾ ചിലപ്പോൾ എന്തെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ ഹെയർ ക്ലിപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നല്ല ബട്ടർഫ്ലൈ പോലുള്ളൊക്കെ അല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ ബട്ടർഫ്ലൈ പോലെ ഒരു ഹെയർ ക്ലിപ്പ് ഞാൻ ഇതുപോലെ ഹാങ് ചെയ്തിടുമായിരുന്നു. രാത്രി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്തു. അങ്ങനെ പിന്നെ അവിടെ നിർത്തി. ചെയ്തത് ഞാൻ രാത്രിയിലായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായില്ല. കാരണം വെച്ചാൽ ആ ഒരു എന്തായാലും നമ്മൾ രാവിലെയും കാണുന്നതും രാത്രി കാണുന്നതും വ്യത്യാസമാണല്ലോ. രാത്രി അത് വേറൊരു വ്യൂ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇതാണ് പകൽ, ഇങ്ങനെയാണിത് കാണുന്നത്. അപ്പം ഞാനിതൊക്കെ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ കൂടെ പുറത്ത് വന്ന് കുറച്ച് ബബിൾസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ബബിൾസ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേ ബബിൾസ് പോകുന്നതാണ് ആദ്യം എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഗാർഡൻ ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ചെടിയിലായിരുന്നു എൻ്റെ ട്രീ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ട ഡെക്കറേഷൻസ്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ. പിന്നെ ബാക്കി മേക്ക് ഓവറുകൾ ഡെക്കറേഷൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. സീ യു അഗെയിൻ. ടേക്ക് കെയർ. ബൈ ബൈ.